നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള അസാധാരണ സംഭവങ്ങൾ സംഭവിക്കുന്നു. നാം പതിവായി കാണുന്ന പ്രകൃതി ദൃശ്യങ്ങളെക്കാൾ വ്യത്യസ്തമായതും വിശ്വസിക്കാൻ പോലും പറ്റാത്ത അസാധാരണ സംഭവങ്ങൾ ഭൂമിയിൽ ചിലയിടങ്ങളിൽ കാണാം. ചിലത് ഇന്നും അജ്ഞാതമാണ്. ഇത്തരത്തിലുള്ള ഭൂമിയുടെ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ബ്ലഡ് ഫാൾസ് അന്റാർട്ടിക്കയിലെ ടൈലർ ഗ്ലേഷ്യറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അസാധാരണ പ്രകൃതി ദൃശ്യമാണ് ബ്ലഡ് ഫാൾസ്. ചുവന്ന നിറത്തിലുള്ള വെള്ളം ഗ്ലേഷ്യറിൽ നിന്ന് പുറത്തേക്കൊഴുകുന്നത് രക്തം പോലെ തോന്നിക്കുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ രക്തനിറം ലഭിക്കുന്നത് വെള്ളത്തിൽ വലിയ തോതിൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാലാണ്. അത് ഓക്സിജനുമായി സമ്പർക്കത്തിൽ വന്ന് ഓക്സിഡേഷനിലൂടെയാണ് ചുവന്ന നിറത്തിലാകുന്നത്. ഫയർ ഫാൾസ് ഈ അതിശയകരമായ പ്രകൃതി ദൃശ്യം അമേരിക്കയിലെ യോസെമിറ്റി നാഷണൽ പാർക്കിലെ ഹോഴ്സ്ഡേൽ വെള്ളച്ചാട്ടത്തിലാണ് കാണുന്നത്. ഓരോ വർഷവും ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ ശരിയായ കോണിലെത്തുമ്പോൾ ഈ വെള്ളച്ചാട്ടം ജ്വാല പോലെ കാണപ്പെടുന്നു. എറ്റേണൽ ഫ്ലെയിം ഫാൾസ് ഇത് ന്യൂയോർക്കിലെ ബഫ്ലോയ്ക്കടുത്തുള്ള ചെസ്റ്റ്നട്ട് റിഡ്ജ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ എന്നാൽ അത്യന്തം വിചിത്രമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പാറക്കെട്ടിനടിയിൽ ഒരു ചെറിയ തീജ്വാല സ്ഥിരമായി കത്തുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പാറകളിൽ നിന്നും പുറത്തു വരുന്ന പ്രകൃതിദത്ത മീഥേൻ വാതകമാണ് ഇതിന് കാരണം. തീ ഉയരുമ്പോഴും അതേസമയം വെള്ളം അതിനുമേൽ ഒഴുകുന്നതും കാണാം. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ തീ തെളിഞ്ഞു കിടക്കുന്നത് കാണുന്നത് തന്നെ അത്യന്തം അത്ഭുതകരമാണ്. ബോയിലിംഗ് റിവർ ഈ നദി ആമസോൺ മഴക്കാടുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ വെള്ളം തിളച്ച് ഒഴുകുന്നതാണ് അതിൻ്റെ പ്രധാന പ്രത്യേകത. ചില ഭാഗങ്ങളിൽ ജലത്തിൻ്റെ താപനില 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പോലും കഴിയില്ല. ഇത്രയും കൂടിയ ചൂടുണ്ടാകുന്നത് ഭൂമിയുടെ അന്തർഗത താപം കൊണ്ടാണ്. ഭൂമിയുടെ ചൂട് നേരിട്ട് ഈ നദിയിലേക്ക് എത്തുന്നത് കാരണം ജലം തിളയ്ക്കുന്നു. വെള്ളവും തീയുടെ ചൂടും ഒന്നിച്ചനുഭവപ്പെടുന്ന ഒരു അതുല്യ പ്രതിഭാസമാണിത്. സൂര്യതാപം കൊണ്ട് തിളയ്ക്കുന്ന എന്നർത്ഥം വരുന്ന ലാബോംബ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ബയോലൂമിനസെൻസ് അഥവാ കവര് നമ്മൾ മലയാളികൾ അടുത്തിടെ ഒരുപാട് കേട്ട ഒന്നാണ് കവര്. ഇരുട്ടായി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇത്തരത്തിൽ നീല വെളിച്ചം കാണുന്ന കായൽക്കരകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ബയോലൂമിനസെൻസ് എന്ന പ്രകൃതി പ്രതിഭാസമാണ്. ബാക്ടീരിയ, ആൽഗ, ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസമാണിത്. ഇതേ പ്രതിഭാസം തന്നെയാണ് മിന്നാമിനുങ്ങ് പ്രകാശം പുറപ്പെടുവിക്കുമ്പോഴും ഉണ്ടാകുന്നത്. ചെങ്കടലിൻ്റെ ചുവപ്പു നിറത്തിനുള്ള കാരണവും ഇതുതന്നെയാണ്. നമുക്കത് കൗതുകകരമാണെങ്കിൽ ഇവയ്ക്കത് ഒരു പ്രതിരോധ മാർഗമാണ്. ഇണയെയും ഇരയെയും ആകർഷിക്കാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും സൂക്ഷ്മജീവികൾ ഈ പ്രകാശം ഉപയോഗപ്പെടുത്താറുണ്ട്. പിങ്ക് ലേക്ക് ഹില്ലിയർ ഓസ്ട്രേലിയയിലെ മിഡിൽ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് ഹില്ലിയർ അതിൻ്റെ പ്രകൃതിദത്ത ഗുലാബി നിറം കൊണ്ടാണ് പ്രശസ്തമായത്. ടർക്കോയിസ് നിറത്തിലുള്ള സമുദ്രത്തിന് സമീപം പിങ്ക് നിറത്തിലുള്ള ഈ തടാകം കാഴ്ചയ്ക്ക് അത്ഭുതം തോന്നിപ്പിക്കുന്നതാണ്. ഈ നിറം തടാകത്തിലെ ഒരു പ്രത്യേകതരം മൈക്രോ ഓർഗാനിസങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. നാട്രോൺ ലേക്ക് ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ സ്ഥിതി ചെയ്യുന്ന നാട്രോൺ ലേക്ക് അതിൻ്റെ അപൂർവ സ്വഭാവം കൊണ്ടും വിചിത്രമായ രൂപം കൊണ്ടും ലോകപ്രശസ്തമാണ്. ഈ തടാകം വളരെ ഉപ്പും ക്ഷാരവും നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് സോഡിയം കാർബണേറ്റ് അഥവാ നാട്രോൺ അടങ്ങിയ ജലം ഇവിടെ കൂടുതലായി കാണപ്പെടുന്നു. അതാണ് ഈ പേരിന് പിന്നിലെ കാരണവും. ഈ തടാകത്തിൽ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. എന്നാൽ അവയൊന്നും സാധാരണ അവശിഷ്ടങ്ങളല്ലായിരുന്നു, മറിച്ച് കല്ലുകൾ പോലെയാണ് കാണപ്പെട്ടത്. അതായത് ഈ തടാകത്തിൽ ഏതെങ്കിലും ജീവികൾ അകപ്പെട്ടു കഴിഞ്ഞാൽ അവയെല്ലാം കല്ലുകളായി മാറും. മനുഷ്യരെപ്പോലെ വളരെ നേർത്ത ചർമ്മമുള്ള ജീവികൾക്ക് ഈ തടാകത്തിലെ ജലം നേർപ്പിച്ച ആസിഡിൻ്റെ ആഘാതമേൽപ്പിക്കാനാകും. തടാകത്തിലെ ആൽക്കൈൻ അളവ് എപ്പോഴും ഒരുപോലെയായിരിക്കില്ല. പെയ്യുന്ന മഴയ്ക്കനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞുമിരിക്കും. കാട്ടുപോത്തുകൾ പോലെയുള്ള വലിയ ജീവികളെയും ഈ തടാകത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2007 ഈ തടാകത്തിൽ തകർന്നു വീണ ഹെലികോപ്റ്ററും ദ്രവിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത്. ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലല്ലാത്ത ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഭാഗമാണ് ഈ തടാകം. ഈ തടാകത്തിൻ്റെ രാസലായനിക് സ്വഭാവത്തിനും കാരണവും ഇതുതന്നെയാണ്.